ഞാൻ തളർന്ന് കിടക്കുന്ന അവസ്ഥയിൽ ഏറ്റവും നടക്കാനായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു സഹായം മറ്റൊരാളുടെ വേണ്ട ഒരു സാഹചര്യത്തിലൂടെ പോയപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. എന്നെ യുവജനങ്ങൾ കിസ്വീൻകാർ ഇസ്ലാംപെട്ടിയിൽ ആദിവാസി മൂപ്പൻ്റെ അവിടെ കൊണ്ടേ കാണിക്കുവാനായിട്ട് പോയി. അപ്പം അന്ന് രാവിലെ 5 മണിക്ക് അത്രയും ദൂരം പോകാനുള്ളതുകൊണ്ട് വെളുപ്പിനെ പോകണമായിരുന്നു. പോകുന്ന വഴിയിൽ ഞങ്ങൾ പട്ടുമലപ്പള്ളി കണ്ടു. ഞങ്ങൾ തിരിച്ച് പട്ടുമലപ്പള്ളിയിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ ഒരു സംരക്ഷണം. ആ സമയത്ത് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം രാവിലെ പോയതുകൊണ്ട് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ തിരിച്ച് വന്ന് ദേവാലയത്തിൽ കയറുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുതൽ. ഞങ്ങൾ വരുന്ന ആ സമയത്ത് അവിടെ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നു. ഏറ്റവും പുറയിലാണ് എന്നെ ഒരു ബെഞ്ചെ കൊണ്ട് ഇരുത്തിയിരുന്നത്. അപ്പം ദിവികാരൻ്റെ നാഥനോട് അടുക്കൽ ഞാൻ ശരിക്കും ആഗ്രഹിച്ചു, എൻ്റെ ഹൃദയത്തിലേക്ക് ഈശോ എഴുന്നള്ളി വരണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലാ വ്യക്തികൾക്കും കൊടുത്തതിന് ശേഷം അൾത്താരയിലേക്ക് അച്ഛൻ കയറാൻ തുടങ്ങിയ സമയത്ത് ഒരു ചേച്ചി അച്ഛനെ വിളിച്ചിട്ട് എന്നെ കാണിച്ചു കൊടുത്തു. അവിടുന്ന് അച്ഛൻ ഇറങ്ങി വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് എനിക്ക് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് തന്നപ്പോൾ ശരിക്കും എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ആ നിമിഷം ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന ആ വലിയ സന്തോഷം. പക്ഷെ ഞാൻ ഏറ്റു നടക്കുവാണെങ്കിൽ ഞാൻ ഇതുവരെ നടന്ന വഴിയിൽ നിന്ന് മാറി ഞാൻ നടക്കും, ഞാൻ ഈശോയുടെ കൂടെ ആയിരിക്കും എന്നൊരു തീരുമാനം ഞാൻ അന്നെടുത്തു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മാറ്റം വന്നു. 3-4 പ്രാവശ്യത്തെ യാത്രയോട് കൂടി ഏറ്റു നടക്കാനായിട്ട് സാധിച്ചു. ഞാൻ പിന്നീട് പല സ്ഥലങ്ങളിലും എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലിൽ, അതുപോലെ മറ്റു പല ഹോസ്പിറ്റലുകളിൽ ബൈസ്റ്റാൻഡറായിട്ട്, ആളില്ലാത്തവർക്ക് ബൈസ്റ്റാൻഡറായിട്ട് പോവുക, അവരെ ശുശ്രൂഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അതുപോലെ വഴിയിലൊക്കെ കിടക്കുന്നവരെ എടുക്കുക, കുളിപ്പിക്കുക, അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുക, അവരെ നല്ല വസ്ത്രം ധരിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ചെയ്യാനായിട്ട് എനിക്ക് സഹായിച്ചത് വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിച്ചതുകൊണ്ട് മാത്രമാണ്. ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് ശേഷം ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനന്ദം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. എൻ്റെ പേര് ആനന്ദമാണെങ്കിൽ എനിക്ക് ആനന്ദം കൂടുതൽ അനുഭവിക്കാനായിട്ട് സാധിച്ചത് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം പോയി ശുശ്രൂഷ ചെയ്യുമ്പോഴായിരുന്നു.